ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ച് സ്പെഷ്യലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും വഴുതനയും വെണ്ടയാണ്. ഇതൊക്കെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ളതാണ്. ഇതൊക്കെ കണ്ടല്ലോ, ഇതൊക്കെ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള വഴുതനയും വെണ്ടയാണ്. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ഇതിലേക്ക് പൊടികൾ മാത്രമേ യൂസ് ആക്കുന്നുള്ളൂ. കറിവേപ്പില, പച്ചമുളക് എല്ലാം നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ എരിവുള്ള മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, പിന്നെ കുരുമുളകിൻ്റെ പൊടി, പിന്നെ ഈ ഒരു പൊടി കോൺഫ്ലോറാണ്. ഇത് അരിപ്പൊടിയാണ്. അപ്പോൾ കോൺഫ്ലോർ നമ്മൾ ചേർക്കുന്നത് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടും അരിപ്പൊടി ചേർക്കുന്നത് ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടുമാണ്. അപ്പോൾ അത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളിതിലേക്ക് കുറച്ച് വെളുത്തുള്ളി അല്ലി കുത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മളൊരു വിഭവം റെഡിയാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിലേക്ക് കുറച്ച് നാരങ്ങ നീരോ അല്ലെങ്കിൽ വിനാഗിരിയോ നമുക്ക് ചേർക്കാം കേട്ടോ. അതും കൂടെ ഇതിൽ ഇൻക്ലൂഡ് ആക്കുന്നുണ്ട്. അപ്പോൾ ഈ പൊടികളും ഈ വെളുത്തുള്ളി അല്ലിയും എല്ലാം കൂടി നമുക്ക് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണം. കുറച്ച് ഉപ്പും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്ത ആ ഒരു പൊടിയിലേക്ക് നമ്മൾ വിനാഗിരിയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നാരങ്ങയുടെ ജ്യൂസ് ഇഷ്ടമുള്ളവർക്ക് അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം കൂടെ മിക്സ് ആക്കിയതിന് ശേഷം നമ്മളിത് എടുത്തു വെച്ചിട്ടുള്ള വഴുതനയിലേക്കും വെണ്ടയിലേക്കും നമ്മളങ്ങ് തേച്ച് കൊടുക്കുക. നമ്മുടെ വഴുതനയും വെണ്ടയൊക്കെ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് ഒരു 3/4 മണിക്കൂറോളമായി നമ്മൾ മസാല തേച്ച് വെച്ചിട്ട്. അപ്പോൾ ഇനി നമുക്ക് അതൊന്ന് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടി ഞാനൊരു ചട്ടിയോട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്കൊന്ന് ഇട്ട് നോക്കാം. അപ്പോൾ നമ്മൾ വഴുതന ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമുക്കൊരു 2 വെണ്ട ഉണ്ട്, അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു 4 എണ്ണം ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി ഫ്രൈ ആവുന്നുണ്ട്. നമുക്കത് 2 ഭാഗം തിരിച്ച് മറിച്ചിട്ടതിന് ശേഷം കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള വഴുതനങ്ങയും വെണ്ടക്കായും ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിത് ചെയ്ത് നോക്കണം. ഇതൊരു മസ്റ്റ് ട്രൈ ആയിട്ടാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഇതിൻ്റെ ഒരു ഭംഗി. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഇത് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു.